ക്ലാസ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് ഈ സ്കിറ്റിലൂടെ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ കഫർനഹൂം എന്ന പട്ടണം തടസ്സങ്ങൾ അതിജീവിക്കുന്ന അചഞ്ചലമായ സൗഹൃദത്തിന്റെയും രോഗങ്ങൾ മാറ്റുന്ന ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെയും ദൃശ്യാവിഷ്കാരം നമുക്ക് ഭക്തിപൂർവ്വം കണ്ടുതീർക്കാം. ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കഫർനഹൂം, ആധുനികതയുടെ മറുപുറം. വൈകുന്നേരം കാക്കാമൂലയിൽ വരുന്നുണ്ട്. കോമരങ്ങളാണ് കോമരങ്ങൾ അങ്ങനെ പറയുന്നത് മാത്രം കേട്ടു ശബ്ദ സംവിധാനങ്ങൾ എന്നാലത് അങ്ങനെയായിരുന്നില്ല. ഇതൊരു സുവാർത്തയാണല്ലോ. ഇതാണ് സുവാർത്ത. ശിമോനെ, ഞങ്ങൾക്ക് നിന്റെ ഒരു സഹായം വേണം. ഞങ്ങൾ പക്ഷവാതം പിടിച്ചു കിടന്നിരുന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ യോനെ ഒരു കട്ടിൽ ചുമന്നു കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ നിന്റെ വീടിനകത്ത് നിറയെ ജനക്കൂട്ടം. ഞങ്ങൾക്കാണ് യേശുവിന്റെ അടുക്കൽ എത്തിക്കണമെങ്കിൽ നിന്റെ വീടിന്റെ മേൽക്കൂരൊന്ന് പൊളിക്കണമായിരുന്നു. വീടിന്റെ മേൽക്കൂര പൊളിക്കണമെന്ന് അവന് പക്ഷവാതമായതിനാൽ തോളിലെടുക്കാൻ കഴിയുകയില്ല. നിന്റെ വീടിന്റെ വാതിലുകൾ ചെറുതുമാണ്. അപ്പോൾ ഞങ്ങളുടെ മനുഷ്യൻ ഈ ഒരു വഴിയെ കിട്ടിയുള്ളൂ. വീടിന്റെ മേൽക്കൂര പൊളിക്കണമെന്ന് പറഞ്ഞാൽ ശിമോനെ, നീ സമ്മതിച്ചാൽ ഉറപ്പായും യേശു അവനെ സൗഖ്യമാക്കും. അവന് സൗഖ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിന്റെ വീടിന്റെ മേൽക്കൂര ഭംഗിയായി ശരിയാക്കി തരാം. വേറെ വഴിയില്ലെങ്കിൽ നിങ്ങളിലേക്ക് പക്ഷേ എൻ്റെ വീട്ടിൻ്റെ മേൽക്കൂര ശരിയാക്കും. തീർച്ചയായും ദൈവത്തെ അനുഗ്രഹിക്കും. എന്തായത്? ആരായി കണ്ടില്ലേ? ഞങ്ങളുടെ കൂട്ടുകാരൻ യോനിയാണ്. കഴിഞ്ഞ 7 വർഷമായി അവർ പക്ഷാതം പിടിച്ച് കിടപ്പിലാണ്. ചികിത്സയില്ല, ചികിത്സിക്കാൻ വൈദ്യന്മാരുമില്ല. ചികിത്സ മൂലമുണ്ടായ സമ്പത്തിൽ നഷ്ടപ്പെട്ടവന്റെ കുടുംബം പിടിവലിച്ചു. അതിന് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരനും ഒരു പരസഹായമായിരുന്നു. അന്നൊന്ന് അവനെ കൊണ്ടാൽ അവൻ സൗഖ്യമാകും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. കൂട്ടുകാരൻ തന്നെ പോലെ സ്നേഹിക്കുന്നത് ഏറ്റവും വലിയ ദൈവത്തിനാണ്. ഇവൻ വീട് പോയപ്പോൾ ഇവനെ ഉപേക്ഷിക്കുന്ന നിങ്ങൾ ഈ ലോകത്ത് മാറുകയാണ്. ഞാൻ ഇവനെ സൗഖ്യമാക്കും. യോന
പോസ്റ്ററും ബാനറുമില്ല. സുന്ദരി സുന്ദരന്മാരുടെ കൊയറുമില്ല. ഇതാണ് ക്രിസ്തു, ഇതാണ് മെസ്സിയ, ഇതാണ് സന്മാർഗ, ഇതാണ് സുവിശേഷം. പത്രം പത്രം പത്രം, ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത, പത്രം പത്രം. നിങ്ങൾ അറിഞ്ഞോ, തോമസ് കുട്ടി പാസ്റ്റർ എന്ന വൈകുന്നേരം കാക്കാമലയിൽ വരുന്നു. എന്താ എന്ത് പറ്റി നമ്മുടെ കുഞ്ഞാടുകൾക്ക്? തിരിച്ചറിഞ്ഞോ? അതെ, ഞങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു. എന്ത് സത്യം? ആത്മീയത ശബ്ദകോലാഹലമല്ലെന്ന്. ആത്മീയത എന്നത് ദശാംശത്തിലും ആഭരണം ഉപേക്ഷിക്കലുമല്ലെന്ന്. ആത്മീയത ഹൈവട്ടി ഹല്ലേലൂയ പറയുന്നതല്ലെന്ന്. അപ്പോൾ നിങ്ങൾ വരില്ലേ? ഇല്ല, ഞങ്ങൾ വരില്ല. ഞങ്ങൾക്ക് ആരാധിക്കാൻ ദേവാലയമുണ്ട്. ഞങ്ങൾ ശുശ്രൂഷിക്കാൻ പുരോഹിതനുണ്ട്. പ്രിയരെ, നമ്മുടെ ഓരോ ദേവാലയങ്ങളും കപ്പർന്നഹൂമിലെ ഷീമോന്റെ വീടുകളാണ്. അവിടെ എത്തുന്ന ഓരോ രോഗിയും സൗഖ്യമാകുന്നു. ആ ദേവാലയം